നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ചാരിറ്റി അവാർഡ് ജോൺസൺ കണ്ണൂക്കാടന്. കൊളംബസിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. റോക്ലൻഡ് ക്നാനായ സെന്റ് മേരീസ് കത്തോലിക്ക ഇടവക സമൂഹം റവറൻ ഫാദർ ഡോക്ടർ ബിബി തറയിലിന് യാത്രയയപ്പ് നൽകി. മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ മദ്രാസിന് സെക്രട്ടറി റവറൻ ജോയൽ സാമുവൽ തോമസിന് സ്വീകരണം നൽകി. ഇന്ത്യ പ്രസ് ക്ലബ് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥി. വാർത്തകൾ വിശദമായി. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2025-27 വർഷത്തെ പ്രവർത്തന മികവിന് ചാരിറ്റി ചെയർമാൻ ശ്രീ ജോൺസൺ കണ്ണൂക്കാടന് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു. ഇവിടെയും കേരളത്തിലുമായി നടത്തിയ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെ മാനിച്ചാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ 2025 ഓണാഘോഷ സമ്മേളന വേദിയിൽ വെച്ച് മുഖ്യാതിഥി സിനിമ സീരിയൽ താരം ശ്രീമതി അർച്ചന സുശീലൻ പുരസ്കാരം സമ്മാനിച്ചു. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റായ ജോൺസൺ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ഷിക്കാഗോ മലയാളികൾക്ക് സുപരിചിതനും നിലവിൽ ഫോമാർ സെൻട്രൽ റീജിയൻ പ്രസിഡന്റുമാണ്. 2025-27 കാലയളവിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ ജോൺസൺ പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്ക് സ്വപ്ന വീട് നിർമ്മാണം, തൃശൂർ ഓൾഡ് ഏജ് ഹോമിന് സഹായം, പഠനോപകരണ വിതരണം, സ്വയം തൊഴിൽ സഹായം, ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രൻ പ്രോഗ്രാം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ചെയ്യാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. തുടർന്നും ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് ഷിക്കാഗോ മലയാളി സമൂഹത്തിന്റെ സഹകരണം ശ്രീ ജോൺസൺ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. കൊളംബസിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. സെപ്റ്റംബർ 14 ഞായറാഴ്ച 2 മണിക്ക് പ്രസിഡന്റിമാരുടെ വാഴ്ചയ്ക്ക് ശേഷം പ്രദക്ഷിണത്തോടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. ഫാദർ എബി തമ്പി പ്രധാന കാർമ്മികത്വം വഹിച്ചു. മുത്തുക്കുടകളും രൂപങ്ങളുമായി നടന്ന പ്രദക്ഷിണത്തിലെ വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. പരിശുദ്ധ കന്യാമറിയത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യത്തെ തിരുനാൾ സന്ദേശത്തിലൂടെ ഫാദർ അനീഷ് ഓർമ്മിപ്പിച്ചു. മിഷൻ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ നിബി കണ്ണായി, ഫാദർ ആന്റണി, ഫാദർ ജിൻസ് കുപ്പക്കര എന്നിവർ സഹകാർമ്മികരായും തിരുനാൾ കുർബാന അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം ലതീഞ്ഞ് ചൊല്ലിയത് ഫാദർ ജിൻസ് ആയിരുന്നു. ഫാദർ ആന്റണി ഉണ്ണിയപ്പം നേർച്ച വഞ്ചരിച്ചു. മിഷൻ ഡയറക്ടർ ഫാദർ നിബി കണ്ണായി 8ാം ഇടത്തിലെ തിരുക്കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത് 58 പ്രസിഡന്റിമാരായിരുന്നു. പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ നിബി കണ്ണായി, തിരുനാൾ കൺവീനർമാരായ ജിൽസൺ ജോസ്, സിനോപോൾ, ചെറിയാൻ മാത്യു, ജോസഫ് സെബാസ്റ്റ്യൻ, ട്രസ്റ്റിമാരും വിവിധ വകുപ്പ് ലീഡേഴ്സും തിരുനാൾ കമ്മിറ്റിയും ചേർന്നാണ് പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത്. ജിൽസൺ ജോസ് സ്വാഗത പ്രസംഗം നടത്തി. തിരുനാൾ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊളംബസ് കത്തോലിക്ക ബിഷപ്പ് മാർ എറൾ കെ ഫെർണാണ്ടസ് നിർവഹിച്ചു. പള്ളിക്ക് വേണ്ടി ഫാദർ നിബി കണ്ണായി ആശംസകൾ നേർന്നു. ട്രസ്റ്റി ജോസഫ് സെബാസ്റ്റ്യൻ അവസാന ഒരു വർഷത്തെ റിപ്പോർട്ട് വായിച്ചു. ട്രസ്റ്റി ചെറിയാൻ നന്ദി പ്രസംഗം നടത്തി. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിന് നൽകാവുന്ന നന്മയുടെയും സ്നേഹത്തിന്റെയും മാതൃകയെക്കുറിച്ച് ബിഷപ്പ് എറൾ കെ ഫെർണാണ്ടസ് വിവരിച്ചു. മിഷനിലെ അക്കാദമിക് കലാകായിക രംഗങ്ങളിലെ മികവ് തെളിയിച്ചവർക്ക് റീത്ത സിസ്റ്ററും ഫാദർ നെബിയും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ കീഴിൽ 10,000-ഓളം പേർ പങ്കെടുത്ത ദി വെർഫം 2025 ക്വിസ് പ്രോഗ്രാമിൽ കൊളംബസ് മിഷനു വേണ്ടി രൂപതയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനങ്ങളിൽ 1ാം സമ്മാനം നേടിയ ഡെയ്സി ജിൻസിനെ ചടങ്ങിൽ ആദരിക്കുകയും ഡോക്ടർ ഫാദർ നിബി കണ്ണായി ട്രോഫി നൽകുകയും ചെയ്തു. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം റയാൻ ഹാളിൽ ആഘോഷപൂർവമായ പൊതുസമ്മേളനവും മിഷനംഗങ്ങളുടെ കലാപരിപാടികളും കുട്ടികളുടെ സ്കിറ്റും നടന്നു. നയന വിസ്മയമേകിയ വർണ്ണശബളമായ വെടിക്കെട്ടും ഈ വർഷത്തെ തിരുനാളിന് മാറ്റുകൂട്ടി. തുടർന്ന് സ്നേഹവിരുന്നോടെ തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. കഴിഞ്ഞ 6 വർഷമായി ന്യൂയോർക്കിലെ റോക്ലൻഡ് ക്നാനായ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ വികാരിയായിരുന്ന റവറൻ ഫാദർ ഡോക്ടർ ബിബി തറയിലിന് ഇടവക സമൂഹം ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ന്യൂജേഴ്സി ഫിലാഡൽഫിയ ക്നാനായ പള്ളിയുടെ ചുമതലക്കാരനായി മാറുന്ന ബിബി അച്ഛന് സ്നേഹോഷ്മളമായ യാത്രയയപ്പാണ് റോക്ലൻഡ് ഇടവക സമൂഹം നൽകിയത്. 2019 റോക്ലൻഡ് ഇടവകയിലെത്തുമ്പോൾ ധാരാളം പ്രതിസന്ധികളെ ഇടവക സമൂഹം നേരിട്ടിരുന്നു. വലിയ മോർട്ട്ഗേജ് പൂർത്തിയാക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളെ എല്ലാം ഒന്നൊന്നായി മറികടന്ന് സ്വയം പര്യാപ്തതയിൽ എത്തിച്ചു എന്ന് മാത്രമല്ല സാമ്പത്തികമായി മികച്ച ബഡ്ജറ്റിൽ ഇടവകയെ എത്തിച്ചു. റോക്ലൻഡിൽ ഈ ചെറിയ സമൂഹം ബഹുമാനപ്പെട്ട ബിബി അച്ഛന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിസ്സഹായരായ കുടുംബങ്ങൾക്ക് 5 വീടുകൾ നിർമ്മിച്ചു നൽകി.
കൂടാതെ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്നേഹനിർദ്ദേശം മാനിച്ച് ഉത്തരേന്ത്യയിലെ ശംഷാബാദ് രൂപതയ്ക്ക് 2 ദേവാലയങ്ങൾ പണിതു നൽകി. ബിബി അച്ഛന്റെ ശുശ്രൂഷക്കാലത്ത് ഇടവകയുടെ അംഗബലം ഇരട്ടിയായി വർദ്ധിച്ചു. എല്ലാ ഗ്രേഡുകളിലേക്കും സൺഡേ സ്കൂൾ സജീവമായി. അങ്ങനെ ആത്മീയമായും ഭൗതികമായും ഇടവകയ്ക്ക് ഒരു അടിത്തറ പാകി. ഇടവക ട്രസ്റ്റി സിബി മണലേൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. കോർഡിനേറ്റർ തോമസ് പാലശ്ശേരിൽ ആമുഖപ്രസംഗം നടത്തി. ബഹുമാനപ്പെട്ട വൈദികരും കന്യാസ്ത്രീകളുമടക്കം നിരവധി പേർ യാത്രയപ്പ് യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഫാദർ ജോർജ് ഉണ്ണുണ്ണി, ബിജു ഒരപ്പാങ്കൽ, ആശ മൂലേപ്പറമ്പിൽ, സനു കൊല്ലറേട്ട്, സൈന മച്ചാനിക്കൽ, അമ്മിണി കുളങ്ങര, ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് കുര്യൻ ചാലുപറമ്പിൽ എല്ലാവർക്കും നന്ദിയും പറഞ്ഞു. ഇടവകയുടെ ഉപഹാരം പാരിഷ് എക്സിക്യൂട്ടീവ് ബഹുമാനപ്പെട്ട ബിബി അച്ഛന് നൽകി. മറുപടി പ്രസംഗത്തിൽ റവറൻ ഫാദർ ഡോക്ടർ ബിബി തറയേൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ച് സ്നേഹവിരുന്നോടെ യാത്രയപ്പ് മീറ്റിംഗ് പര്യവസാനിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന സെക്രട്ടറിയായി ചാർജ് എടുത്ത റവറൻ ജോയൽ സാമുവൽ തോമസിന് അമേരിക്കയിലെ ആദ്യകാല ഇടവകകളിലൊന്നായ യോങ്കേഴ്സ് സെന്റ് തോമസ് മാർത്തോമ ചർച്ചിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന മീറ്റിംഗിൽ വെച്ച് സമുചിതമായ സ്വീകരണം നൽകി. സെന്റ് തോമസ് ഇടവക വികാരി റവറൻ ജോൺ ഫിലിപ്സ് സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും തിയോളജിയിൽ ബിരുദാനന്തര ബിരുദവുമുള്ള ഭദ്രാസന സെക്രട്ടറി റവറൻ ജോയൽ സാമുവൽ തോമസ് മാർത്തോമ സഭ മുംബൈ ഡയോസസിൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ചർച്ച്, ബറോഡ ബദേൽ മാർത്തോമ ചർച്ച്, വാഷിംഗ്ടൺ മാർത്തോമ ചർച്ച് എന്നിവിടങ്ങളിൽ ഇടവക വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അജിത എം അലക്സാണ് സഹധർമ്മിണി. ഈതൻ, ജോയൽ സാമുവൽ, എഫ്രൈം ജോയൽ എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി VK ശ്രീകണ്ഠൻ MP പങ്കെടുക്കുമെന്ന് നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ് അറിയിച്ചു. 2025 ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ ഷെറാട്ടണിൽ വെച്ചാണ് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം അരങ്ങേറുന്നത്. 2019 മുതൽ പാലക്കാട് നിന്ന് ലോക്സഭാ അംഗമായ VK ശ്രീകണ്ഠൻ ഒറ്റപ്പാലം NSSൽ പഠിക്കുന്ന കാലത്ത് KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 1993 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി. 2012 മുതൽ KPCC സെക്രട്ടറിയായി. VK ശ്രീകണ്ഠൻ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാകുന്നത് ദീർഘമായ സംഘടനാ പ്രവർത്തന പരിചയത്തിന്റെ പിൻബലത്തിലാണ്. സംഘടനാ പ്രവർത്തകൻ എന്നതിനപ്പുറം പാലക്കാട്ടെയും പ്രത്യേകിച്ച് സ്വദേശമായ ഷൊർണൂരിലെയും ജനകീയ പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമാണ് VK ശ്രീകണ്ഠൻ. 2000 മുതൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് അംഗം. 2005, 2010, 2015 വർഷങ്ങളിൽ തുടർച്ചയായി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഷൊർണൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 ഒറ്റപ്പാലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചു. 2016 മുതൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന പദവിയിലും ദീർഘകാലം പ്രവർത്തിച്ചു. ഒറ്റപ്പാലം പാർലമെന്റ് സഭാ സീറ്റിലേക്കും ചേലക്കര മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവ് KA തുളസിയാണ് ഭാര്യ. ഇവർ മുൻ വനിതാ കമ്മീഷൻ അംഗവും നിലവിൽ നെന്മാറ NSS പ്രിൻസിപ്പാളുമാണ്. കേരളത്തിൽ നിന്നും പ്രമുഖരായ മാധ്യമപ്രവർത്തകരായ ജോണി ലൂക്കോസ് മനോരമ ന്യൂസ്, ലീൻ ബി ജസ്മസ് ന്യൂസ് 18 കേരളം, അബ്ജോദ് വർഗീസ് ഏഷ്യനെറ്റ് ന്യൂസ്, സുജയ പാർവതി റിപ്പോർട്ടർ TV, ഹാഷ്മി താജ് ഇബ്രാഹിം 24 ന്യൂസ്. മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരും അമേരിക്കയിലെ മുഖ്യധാര രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തെ അധികായരും പങ്കെടുക്കുന്ന ഈ കോൺഫറൻസ് അമേരിക്കൻ മലയാളികൾക്ക് അവിസ്മരണീയമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ imalayaali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@imalayaali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.